ഹായ് ഓൾ, ഇത് നമുക്ക് 21st ക്വസ്റ്റിലേക്ക് കടക്കാം. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ GP അല്ലെങ്കിൽ GP AP ആ സീക്വൻസ് ആൻഡ് സീരീസ് എന്ന ചാപ്റ്റർ ക്വസ്റ്റൻ ആണ്. ഓക്കെ, പക്ഷെ അതിന്റെ കൺസെപ്റ്റുകളൊന്നും അറിയാം എന്ന് നിർബന്ധമല്ല. അത് കുറച്ചിങ്ങനെ എഴുതി നോക്കി ചെയ്യേണ്ട ഒരു ക്വസ്റ്റൻ ആണ്. ഓക്കെ, ഇവിടെ എന്താ, വി ഹാവ് ടു ഫൈൻഡ് നമ്പർ ഓഫ് നാച്ചുറൽ നമ്പേഴ്സ്. നമുക്ക് നാച്ചുറൽ നമ്പേഴ്സിന് എണ്ണം കാണാം അല്ലെ. ആ നാച്ചുറൽ നമ്പേഴ്സിന് പറ്റി എന്താ, അത് 212നെയും 999 ഇടയിലാണ്. എന്താണ്, 212ന്റെയും 999 ഇടയിലാവണം അല്ലെ. ഇനി അതിന്റെ പ്രത്യേകത എന്താണ്, സം ഓഫ് ദെയർ ഡിജിറ്റ് എന്താണ്, 15 അല്ലെ. സം ഓഫ് ഡിജിറ്റ് 15 വിധത്തിൽ എത്ര ആൾക്കാർ 212നും 999 ഇടയിലുണ്ട്, ഇതാണ് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അപ്പൊ അതിനു വേണ്ടി ആദ്യം ഞാൻ ചെയ്യുന്നത്, അപ്പൊ 200ന്റെ ഇടയിൽ കുറെ ആൾക്കാരുണ്ടാവും. 300, 400, 500, 600, 700, 800, 900 അല്ലെ. ആ ഒരു ഇടയിലല്ലേ നമ്മൾ നമ്പേഴ്സ് ഉണ്ടാവുക. അപ്പൊ 200ന്റെ ഇടയിലെ ഫസ്റ്റ് നമ്പർ ആയിരിക്കും. സം എന്താണ്, 15 സം അല്ലെ. 21 ആയാലേ സം 3 ആയുള്ളൂ അല്ലെ. അടുത്തത് 12 അപ്പൊ എന്താ, 200ന്റെ ഇടയിലല്ല, ഫോർത്ത് ഐ മീൻ 4 ആൾക്കാരുടെ നമ്പറായി അല്ലെ. 4 ഡിജിറ്റൽ നമ്പറായി. ഓക്കെ, അങ്ങനെ ഫസ്റ്റ് നമ്പർ ആയിരിക്കും. 2 പറ്റില്ല, കാരണം 2 ആയ 4 ആയുള്ളൂ. 4 ആയാൽ 11 വേണം, പറ്റില്ല. 2 ആയ 2 + 3 5 ആണ്, അപ്പൊ അപ്പോഴത്തെ 10 വേണം. 4 ആയാലോ, 2 + 4 6 അല്ലേ, 6 + 9 15 അല്ലേ. അപ്പൊ ഫസ്റ്റ് നമ്പർ ആയ 249 അല്ലെ. അടുത്ത നമ്പർ 25 ആയ 258 അല്ലെ. സം എന്താ, 2 5 8 10, 10 + 5 15 അല്ലേ. അല്ല, അടുത്ത ആരാ, 2 6 7. ഇവിടെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത്, ഇതൊരു AP അല്ലടാ. കാരണം ആ APയുടെ കോമൺ ഡിഫറൻസ് ആരാ, 9 കൂട്ടിപ്പോയല്ലേ. അങ്ങനെ അടുത്ത നമ്പർ എന്താ, 276, ദെൻ 285, ദെൻ 294. ഇനി 303 എഴുതാൻ പറ്റുമോ, ഇല്ല, പറ്റൂല. എന്താ, അവിടെ 303 ആണെങ്കിലേ, 303 ആണെങ്കിൽ സം ഓഫ് ഡിജിറ്റ് 6 15 ആവൂല. അപ്പൊ ഇത്ര കഴിഞ്ഞു അല്ലെ. അപ്പൊ ഇതാണ് 200ന്റെ ഇടയിൽ, ഐ മീൻ 200ന്റെയും 300ന്റെയും ഇടയിലുള്ള സം 15 ആയുള്ള ആൾക്കാർ. എത്ര ആൾക്കാരുണ്ട്, 6 ആൾക്കാരുണ്ട്. ഇനി 300 ആണെങ്കിലോ, 300 ആകുമ്പം ഫസ്റ്റ് നമ്പർ ഏതാ, 336 അല്ലെ. 6ഉം 9ഉം എന്താ, 15. പിന്നെന്താ, 9 കൂട്ടാ 348, 9 കൂട്ടാ 357, 9 കൂട്ടാ 366 അല്ലെ. ആ 366 സമ്മൊക്കെ 15 അല്ലേ. അടുത്ത സമ്മ് എല്ലാ ഡിജിറ്റിന്റെയും സം എന്താണ്, 15 ആണ്. അത്രേ ഉള്ളൂ. അവിടുത്തെ 375, 384, പിന്നെയോ 393 അല്ലെ. അടുത്ത 402 പറ്റൂല. 402ന്റെ സം എന്താ, 6 ആണ്. അപ്പൊ ഇവിടെ എത്ര ആൾക്കാരുണ്ട്, ഈ ആൾക്കാരുണ്ട് അല്ലെ. അപ്പൊ അടുത്തെന്താ, അടുത്ത് 429 അല്ലെ. അവിടെ നോക്ക്, 249, 339, 429. അത്രേ ഉള്ളൂ പരിപാടി അല്ലെ. അപ്പൊ അടുത്തെന്താ, 519 ആയിരിക്കും. ഓക്കെ, ഇനി എന്താ വരിക, 429, 9 കൂട്ടിയ 438, പിന്നെയോ 447, ദെൻ 456, 9 കൂട്ടി പോട്ടോ. പിന്നെയോ 465, 474, 482, 491 അല്ലെ. 491 അല്ലേ, എവിടെയോ മിസ്റ്റേക്ക് ഉണ്ട്. 483 ആണ്, 492 ആണ് അല്ലെ. അടുത്ത ശരിക്ക് 9 കൂട്ടിയ 501 പറ്റുമോ, ഇല്ല. കാരണം എന്താ, സം എന്താ, 6 ആവുള്ളൂ, 15 അല്ല. അപ്പൊ ഇവിടെ എത്ര ആൾക്കാരുണ്ട്, 3, 6, 8 ആൾക്കാർ. അതൊക്കെ. ഇനി എന്താ, 519, 528, 537, 546 ഇതൊക്കെ സം 15 ആണല്ലേ. പിന്നെയോ 535, 6 10, 535 അല്ലെ. അല്ലോ, 555 അല്ലെ, 555, ദെൻ 564, ദെൻ 573, ദെൻ 582, ദെൻ 591. പിന്നെ 600 പറ്റൂല അല്ലെ. അപ്പൊ അവിടത്തെ ആൾക്കാരുണ്ട് 3, 6, 9 ആൾക്കാർ. 6, 7, 8, 9. ഇനി അടുത്ത 10 ആയിരിക്കും. ഓക്കെ, ഇനി എന്താ വരാ, 619, 619, 618 അല്ലെ. പിന്നെ 627, 636, 645, 654, 663, 672, 681. അടുത്തോ 690. എത്ര ആൾക്കാരുണ്ട്, 10 ആൾക്കാരുണ്ടാവും. ഇവിടെ 10 ആൾക്കാർ അല്ല. എത്രയാ, 1 2 3 4 5 6 7 8 9 10 അല്ലെ. ഇനിയോ, എടാ ഇനി 7 സ്റ്റാർട്ട് ചെയ്യണം അല്ലെ. 7 സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 70 ആകുമ്പോൾ എന്താ വരിക, 708 അല്ലെ. പിന്നെയോ
717 726 735 744 753 762 771 പിന്നെ 780 പിന്നെ 780 പിന്നെ 9 കൂട്ടുക 789 അതൊന്നും ഉണ്ടാവില്ല അല്ലെ. അപ്പൊ എത്ര വരിക 79 ആകുമ്പോ തന്നെ 16 പിന്നെ എന്താ പറ്റില്ല അല്ലെ, 15 ആവില്ല. അപ്പൊ ഇവിടെ എത്ര ആൾക്കാരാ 3 6 9 ആൾക്കാർ. അങ്ങനെയെങ്കിൽ 8 സ്റ്റാർട്ട് ചെയ്യുന്ന എത്ര കണ്ടാവും അല്ല 10 9 ഇനി 8 അല്ലേ അല്ലെ. ഇനി 9 സ്റ്റാർട്ട് ചെയ്യുന്ന കണ്ടാവും 7 ആൾക്കാർ അല്ലെ. അപ്പൊ ടോട്ടൽ എത്ര ആൾക്കാരുണ്ടാ കൂട്ടി നോക്ക്. ഇനി എല്ലാം എഴുതേണ്ട ആവശ്യമില്ല, കൂട്ടി നോക്ക് എത്ര വരാ 6 13 21 30 40 49 57 63 ആൾക്കാരുണ്ട്, 64 ആൾക്കാരുണ്ട് അല്ലെ. 64 ആൾക്കാരാണ് ക്വസ്റ്റ്യൻ ഉള്ളത്. സോ ആൻസർ എന്താ 64 ആണ് ക്വസ്റ്റ്യൻ ആൻസർ. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. വലിയ സംഭവം ഒന്നുമല്ല, കുറച്ച് നമ്പർ എഴുതിയാൽ തന്നെ ആ ഒരു ഓർഡർ കിട്ടും. ആ ഓർഡർ കിട്ടിയാൽ എല്ലാവരും നമുക്ക് എഴുതാൻ പറ്റും. ഇതാണ് നമ്മൾ ചെയ്യേണ്ട ഐഡിയ. സോ 64 ആണ് ക്വസ്റ്റ്യൻ ആൻസർ. ഓക്കെ.